ഓപ്പറേഷൻ താമര തുടരുക തന്നെ ചെയ്യും. അത് പാളിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാലമാണ് തീരുമാനിക്കേണ്ടത്. വിശ്വസിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് ബോധ്യമാവുക. ഒരു കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നില്ലല്ലോ പശ്ചിമ ബംഗാളിലെ പാർട്ടി, ത്രിപുരയിലെ പാർട്ടി ശൂന്യമായി പോകും എന്ന്. ഏതായാലും അതൊക്കെ സംഭവിച്ച ഇന്ത്യയിൽ, കേരളത്തിൽ CPM അവശേഷിക്കുന്ന കാലത്ത് ഇതുപോലെയുള്ള നിരവധിയായ അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഏതായാലും മുങ്ങുന്ന കപ്പലിൽ നിന്ന് കരയിലേക്ക് നീന്തി വരുന്ന ആരെയും കടലിലേക്ക് തന്നെ തള്ളിവിടാൻ BJP ഉദ്ദേശിക്കുന്നില്ല. അത് കോൺഗ്രസ് കപ്പലിൽ നിന്ന് വന്നാലും CPM കപ്പലിൽ നിന്ന് വന്നാലും അവരെയൊക്കെ കരയിലേക്ക് സ്വീകരിക്കുക എന്ന നിലപാടാണ് BJPക്കുള്ളത്. അതിനുവേണ്ടി ഏത് രീതിയിൽ ആരെയൊക്കെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ശ്രദ്ധയും പരിഗണനയും BJP ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസിന് നേരെയും എനിക്ക് മനസ്സിലായി. ഓപ്പറേഷൻ താമര എന്ന ഈ കുതിരക്കച്ചവടത്തിന്റെ പരിപാടി തുടരുമെന്നാണ് താങ്കൾ പറയുന്നത്. അതിനെ ഓപ്പറേഷൻ താമരയെന്നോ ചാണക്യതന്ത്രമെന്നോ ഒക്കെ പേരിട്ട് വിളിച്ചാലും അടിസ്ഥാനമായത് ഈ പറയുന്ന കുതിരക്കച്ചവടം എന്ന് പറയുന്ന ഏർപ്പാടാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അഡ്വക്കേറ്റ് ജയസൂര്യൻ, നിങ്ങളുടെ കേരളത്തിലെ പ്രഭാരി ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ പോയി ചായ കുടിക്കാൻ അദ്ദേഹത്തിന് വേണ്ടത്ര ആ രാഷ്ട്രീയമായിട്ടുള്ളൊരു തൊലിക്കെട്ടിയില്ലേ? ക്ഷണമില്ലാതെ ഒരാളുടെ വീട്ടിലേക്ക് പോവുക, അവിടെ പോയി ക്ഷണമില്ലാതെ ചായ കുടിക്കുക, ചായ കുടിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ആവശ്യപ്പെടാത്തതിന് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കേണ്ട എന്ന് പറയുക, പിന്നീട് അവിടെ നിന്ന് മടങ്ങിപ്പോരേണ്ടി വരിക. നിങ്ങളുടെ പ്രഭാരിയെക്കുറിച്ചാണ് പ്രജി പറഞ്ഞതൊക്കെ. അരുൺകുമാർ ഇവിടെ വെച്ച് കെട്ടിയ ആ വാക്കിനോട് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കുതിര കച്ചവടം എന്നുള്ളത്. അപ്പോൾ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരാൾ പോയാൽ അത് കുതിര കച്ചവടമല്ല. BJPയിൽ നിന്ന് സമാജ്വാദി പാർട്ടിയിലേക്ക് ഒരു നേതാവ് പോയാൽ അത് കുതിര കച്ചവടമല്ല. BJPയിലേക്ക് CPMൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ആരെങ്കിലും വന്നാൽ അത് കുതിര കച്ചവടമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന അരുൺകുമാറിന്റെ നിലപാട് തീർച്ചയായും പക്ഷപാതപരമാണ്. ഒരു ആങ്കർക്കോ ഒരു ചാനലിനോ പറ്റിയ നിലപാടല്ല. ഞാൻ ഈ ചർച്ചയിൽ എവിടെയെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് ആള് പോകുന്നത് കുതിരക്കച്ചവടമല്ല എന്ന് പറഞ്ഞു. ഒരു മുന്നണിയിൽ നിന്ന് ജയിച്ച് ആ മുന്നണിയെ ഉപേക്ഷിച്ച് അഴിമതി ആരോപണം വരുമ്പോൾ EDയെ ഭയന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ അത് കുതിരക്കച്ചവടം എന്ന് തന്നെ ഞാൻ വിളിക്കും. അതിന് അധികാരത്തിൽ BJP ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, അധികാരത്തിൽ കോൺഗ്രസ് ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, അന്വേഷണത്തെ ഭയന്നോ പ്രലോഭനത്തിന് പിന്നാലെയോ ജയിപ്പിച്ചു വിട്ട പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മാറി ഒരാൾ കൂറുമാറുന്നുണ്ടെങ്കിൽ അതൊരു കുതിരക്കച്ചവടം തന്നെയാണ്. സംശയമൊന്നുമില്ല അഡ്വക്കേറ്റ് ജയസൂര്യൻ, എനിക്കതിനകത്തൊരു സംശയമില്ല. പക്ഷേ അരുണിന് അത് പറയാനുള്ള ധൈര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അന്വേഷണം ഭയന്നോ പ്രലോഭനം മൂലമോ ഏതെങ്കിലും ഒരു നേതാവ് ചേരുന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കുതിര കച്ചവടമാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ. അതിൽ ആർക്കാ സംശയം? അല്ല, എന്റെ സംശയം ഇതാണ്. BJPയുടെ സിറ്റിംഗ് എം പിമാർ മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അരുൺകുമാർ ഈ വാക്ക് ഉപയോഗിക്കാറില്ലല്ലോ, കുതിര കച്ചവടം എന്ന്. BJPയിലേക്ക് ആരെങ്കിലും വരുമ്പോൾ മാത്രമാണല്ലോ അത് കുതിര കച്ചവടമാകുന്നത്. ആ സംശയം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. പിന്നെ ഈ രാജ്യത്തെ ഏത് പാർട്ടിയിൽ നിന്ന് ഏത് നേതാവ് BJPയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവോ അവരുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളത് ഒരു പ്രഭാരിയുടെ, ഒരു BJP നേതാവിന്റെ ചുമതലയാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും എല്ലാ വഴികളും BJP നേതാക്കന്മാർ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫ്രോഡ് വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ ജയസൂര്യൻ. ഏതെങ്കിലും ഒരു നട്ട് അഴിക്കണമെങ്കിൽ ആ നട്ടിന് പറ്റിയ സ്പാനർ വേണ്ട അരുൺകുമാറെ ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിച്ചൊന്ന് മാത്രം കൂട്ടിയാൽ മതി. 10-10 ആ സ്പാനർ നല്ല സ്പാനറാ. ഈ സ്പാനർ ഉപയോഗിച്ച് അഴിക്കാൻ ശ്രമിച്ചിട്ട് ഒടുവിൽ കൈതെറ്റിയിട്ടാണ് ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപയുടെ ഒരു ആരോപണം നേരിടേണ്ടി വന്നത്. ആ സ്പാനറിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ വാങ്ങിച്ച 10 ലക്ഷം തിരിച്ചു കൊടുത്തിട്ടില്ല അഡ്വക്കേറ്റ് ജയസൂര്യൻ. സ്പാനർ തിരിച്ചടിച്ചു. അല്ല, ഒന്നും തിരിച്ചടിക്കൊന്നുമില്ല. ഇതിപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അരി അടുപ്പത്തിട്ടതേ ഉള്ളൂ, ചോറ് വേകട്ടെ, പാകമാകുമ്പോൾ വിളമ്പാം, അപ്പോൾ വിളിക്കാം. നമ്മളിപ്പോ ഒരറ്റം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ EP ജയരാജൻ ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുമെന്ന്? നമ്മളാരും വിചാരിച്ചില്ലല്ലോ. ഇനി എന്തെല്ലാം കാണാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞില്ല അത് ഈ പറയുന്ന പ്രഭാരിയെ പ്രകാശ് ജാവദേക്കറിനെ ബുദ്ധിമുട്ടിക്കേണ്ട, അദ്ദേഹത്തെ അപമാനിക്കേണ്ടെന്ന കാര്യം അദ്ദേഹം പുറത്ത് പറയാഞ്ഞതായിക്കൂടെ? ആകാം, അത് അദ്ദേഹത്തിന്റെ ശൈലി, അങ്ങനെ ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പുറത്തു വന്നല്ലോ കാര്യങ്ങൾ.
അങ്ങനെ പുറത്തു വരുമ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ CPM-നകത്ത് നിന്നും കോൺഗ്രസിനകത്ത് നിന്നും ഞങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സമീപിക്കും. അല്ല, അതൊരു പാർട്ടി എടുക്കുന്ന നിലപാടാണ്. എനിക്ക് അക്കാര്യത്തിലൊന്നും യോജിപ്പില്ല. പക്ഷേ അഡ്വക്കേറ്റ് ജയസൂര്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് നിങ്ങളോട് നിങ്ങൾ EP ജയരാജന് മുന്നിൽ വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? 2 പ്രധാനപ്പെട്ട കേസുകൾ, മാസപ്പടി കേസാണെങ്കിലും ശരി, സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും ശരി, ആ കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കാം, പകരം തൃശ്ശൂർ തരിക, 2026 ആകുമ്പോഴേക്കും നിയമസഭയിൽ വീണ്ടും ഒരു വട്ടം കൂടി CPM-ന് നൽകാം, പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, തൃശ്ശൂർ എന്ന് പറയുന്ന ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്, നിങ്ങളുടെ സ്പാനർ പറയുന്നത്. അപ്പോൾ സ്പാനർ പറയുന്ന ഇത് ഞങ്ങൾ വിശ്വസിക്കണോ, അതല്ല ബോൾട്ട് പറയുന്നത് വിശ്വസിക്കണോ? ഇതിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ദല്ലാൽ നന്ദകുമാറിന് അദ്ദേഹത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി. ദല്ലാൽ നന്ദകുമാർ ആരാണെന്ന് കേരള സമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അതിൽ കവിഞ്ഞ ഒരു വില കൽപ്പിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്ക് ആർക്കുമില്ല, അത്രയും ഞങ്ങൾ കരുതുന്നു. എന്നാൽ ഇത് CPM പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരു EP ജയരാജൻ മാത്രമല്ല, നിരവധി നേതാക്കന്മാരുണ്ട്. EP ജയരാജന്റെ ഒപ്പം തലപ്പൊക്കമുള്ളവരും അതിനേക്കാൾ തലപ്പൊക്കമുള്ളവരും അങ്ങനെയുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ BJP-യിൽ കയറിപ്പറ്റാം, അതിന് ഏതൊക്കെ വഴികൾ നോക്കാം എന്ന് തന്നെയാണ്. കാരണം ഇതൊക്കെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കണ്ടതാണ്. ഇനി കേരളത്തിൽ അതിന്റെ തനിയാവർത്തനം വരാൻ പോകുന്നതിന്റെ വ്യക്തവും ശക്തവുമായ സൂചനയാണ്. ഇപ്പൊ EP ജയരാജനെ കണ്ണുവെച്ച് പോയി വിളിച്ചു, അദ്ദേഹം വന്നില്ല. അപ്പോൾ ഇതൊരു നാണക്കേട് കൂടിയല്ലേ? നിങ്ങൾ വിളിച്ച് കണ്ണുവയ്ക്കുന്ന നേതാക്കന്മാരാരും ഇടതുമുന്നണിയില്ലെന്ന് നിങ്ങൾക്കൊപ്പം വരുന്നില്ല എന്നുള്ളത് BJP-ക്ക് ഒരു വലിയ നാണക്കേടല്ലേ? ഒരാളെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചോ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ? ഏതെങ്കിലും ഒരു MLA, ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ, ഏതെങ്കിലും ഒരു ഏരിയ സെക്രട്ടറിയെ നിങ്ങൾക്ക് മറികണ്ഠം ചാടിച്ച് കൊണ്ടുപോകാൻ പറ്റിയോ? ഒറ്റ വെട്ടിന് വീഴുന്നതല്ലോ മരം. നമ്മളിപ്പോ ഇവിടെ കേരളത്തില് അൽഫോൺസ് കണ്ണന്താനത്തിനെ കണ്ടില്ലേ? നമ്മളിവിടെ എത്രയോ പേരെ കണ്ടു. അപ്പൊ EK നായനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന ആള് BJP-യുടെ സ്ഥാനാർത്ഥിയാകുന്നത് നമ്മൾ കണ്ടില്ലേ? അതേപോലെ തന്നെ അബ്ദുള്ള കുട്ടിയെ കണ്ടില്ലേ? ഇവരൊക്കെ ഇടതുപക്ഷത്തുണ്ടായിരുന്നവരല്ലേ? അവരൊക്കെ BJP-യിൽ വന്നില്ലേ? അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ഈ വെട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും. ഒറ്റ വെട്ടിന് മരം വീഴുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഞങ്ങൾ മരം വെട്ടിക്കൊണ്ടിരിക്കും, മരം വീഴുന്നത് വരെ. ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഡീല് യഥാർത്ഥത്തിൽ BJP പാർട്ടി ഈ EP ജയരാജനുമായി ചർച്ച ചെയ്തിരുന്നു? അങ്ങനെ യാതൊരു ഡീലിന്റെയും ആവശ്യം BJP-ക്ക് ഇല്ല. അങ്ങനെ ഒരു ഡീല് നടത്താൻ മാത്രം വലിയ പാർട്ടിയൊന്നും അല്ല ഈ പറഞ്ഞ CPM. അത്ര വലിയ വിലയൊന്നും CPM-ന് ഞങ്ങളോട്ട് കൊടുത്തിട്ടുമില്ല. കാണുന്നില്ല. ലാവ്ലിൻ കേസിന്റെ കാര്യത്തിലാണെങ്കിൽ 38ാമത് നേരത്തെ ഇതേ ആക്ഷേപമായിരുന്നല്ലോ നമ്മൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. അദ്ദേഹത്തെ എന്താ തൊടാത്തത്? അദ്ദേഹം BJP-യുടെ B ടീം ആയതുകൊണ്ടല്ലേ, അദ്ദേഹം BJP-യുടെ തന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതുകൊണ്ടല്ലേ എന്നായിരുന്നല്ലോ. ഇപ്പൊ അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞപ്പോ അയ്യോ ജനാധിപത്യ ധ്വംസനം എന്ന് പറയുന്നില്ലേ? അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നിലപാടുകൾ. അതായത്